ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ വയനാട് റോക്സ് വിത്ത് ആശാൻ. പിന്നെ ഇപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് സംസാരിക്കാനൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് ആണ്. ശരിക്കും കാർഗിൽ ദുരന്തം എന്തിനായിരുന്നു? ആ യുദ്ധം നമ്മളോട് ചെയ്ത വ്യക്തി ആരായിരുന്നു? നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യപ്പെടുത്തുക, മുഴുവൻ കണ്ടിട്ട് ആരാണ് ഈ കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ പോരാടിയ വ്യക്തികൾ, എതിരിൽ നിന്ന് പോരാടിയ വ്യക്തികൾ. അവർ മുമ്പ് ആരായിരുന്നു? പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആദ്യം നമ്മളിൽ നിന്ന് വിട്ടുപോയത്? കുറേ ചോദ്യങ്ങളുണ്ട്. കാരണം കാർഗിൽ യുദ്ധം നടന്നത് പാകിസ്ഥാനുമായിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. എനിക്ക് ചൈനയാണെങ്കിൽ നമുക്ക് ഓക്കെ, ചൈന നമ്മളൊരു അയൽ രാജ്യമാണ്. ചൈനയുമായി നമുക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അയൽപക്ക രാജ്യമാണ്. ചൈനയ്ക്ക് യുദ്ധം ചെയ്യാമെന്ന് താല്പര്യപ്പെടാം. പക്ഷേ ഈ ബംഗ്ലാദേശും ഈ പറഞ്ഞ പാകിസ്ഥാനും ഒക്കെ ആരായിരുന്നു? ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വരെ പാകിസ്ഥാൻ ആരായിരുന്നു? ശരിക്കും പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് നമ്മളടുത്ത് വിഭജിച്ച് പോയത്. അവർക്കൊരു മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ അല്ലേ മതസ്ഥാനത്ത് ജീവിക്കുന്നവർ. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ അല്ലെ ഭാരതത്തിൽ പറയുന്നത് ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം അവരതിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിക്കും സ്വന്തം ഞാൻ മതം പറയുന്നതല്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ രാജ്യം വിഭജിച്ച് പോയത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെയുള്ളവർ പറയുന്നു ഇവിടെ മതത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ആരാധനാലയം വരുന്നതിനനുസരിച്ച് അതിന് കുറ്റങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അന്ന് നമ്മുടെ ഭരണഘടന പറഞ്ഞെന്തായിരുന്നു? ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൂടി ജീവിക്കാൻ നിങ്ങൾ മത അടിസ്ഥാനത്തിൽ ആരാധനകൾ നടത്തിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഭാരതത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നെന്താ? ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്നു, മറ്റു രാജ്യങ്ങൾക്ക് പാലസ്തീനുകാർക്ക് വേണ്ടി ജയ് വിളിക്കുന്നു. ശരിക്കും നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? നമ്മളെ കുട്ടികൾ ഇന്നും വളർത്തേണ്ട ഏറ്റവും വലിയൊരു പ്രധാന സാധനം വെച്ചാൽ ഒരു ജനിച്ചു വന്ന കുട്ടിക്ക് വേണ്ട ഏറ്റവും വലിയ പരമപ്രധാനം അവൻ്റെ രാജ്യമാണ്. അവൻ്റെ രാജ്യമാണ് മാതൃരാജ്യം. ആ മാതൃരാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി ഇന്നും ഒരാളെയും നമ്മളെ വീട്ടുകാരോ അല്ലെങ്കിൽ കുട്ടികളെയോ ആരും പറഞ്ഞ് ഉദ്ബോധിപ്പിക്കില്ല. എല്ലാവരും മതമാണ്, മതത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ജീവിക്കുന്നത്, മതസ്ഥാനത്താണ് ജീവിക്കുന്നത്. ഭാരതം ഇന്ത്യൻ ഒരു ഹിന്ദു രാഷ്ട്രമായി ജീവിക്കാൻ വേണ്ടി പൊരുതുന്നു. ശരിക്കും നമ്മളെ അടുത്ത് നിന്ന് വിഭജിച്ചു പോയ പാകിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശൊക്കെ ഒരു മതസ്ഥാനത്ത് ജീവിക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷെ എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ കാർഗിൽ യുദ്ധം ഇന്നിപ്പോൾ 25 വർഷം തികയാണ്. 25 വർഷത്തിന് മുമ്പ് നമുക്ക് നേരെ എന്തിനാണ് യുദ്ധം ചെയ്തത്? അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ അവർക്ക് വിഭജിച്ച് കൊടുത്ത സ്ഥലമല്ലേ പാകിസ്ഥാൻ. പിന്നെ എന്തിനാണ് അവർ പിന്നെയും ഭാരതത്തിനെ നശിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തത്? നമ്മൾ തന്നെ നമ്മളോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയോട് ഇപ്പോഴത്തെ തലമുറ കാണിക്കുന്നത്, ഒരു പെറ്റമ്മയോട് സ്വന്തം കുട്ടികൾ ചെയ്യുന്ന അതേ പ്രശ്നം വെച്ചാൽ അമ്മയുടെ പൊക്കിൾക്കൊടി ബന്ധം അറ്റ് പോയി വന്നിട്ട് പിന്നെ അമ്മയോട് ചെയ്യുന്ന ക്രൂരത. ശരിക്കും അതാണ് പറയുന്നത്. ഒരു പൊക്കിൾക്കൊടിയായി നിന്ന് വേർപെട്ട ഒരു കുട്ടി സ്വന്തം പെറ്റമ്മയോട് ചെയ്യുന്ന ദ്രോഹമെന്നാണ് ശരിക്കും പാകിസ്ഥാന് ഭാരതത്തോട് ചെയ്യുന്ന കാര്യം. അവർ ഭാരതത്തിനെ യുദ്ധം ചെയ്യുകയാണ്. ഭാരതത്തിന് വേണ്ടിയിട്ട് ഭാരതത്തിലെ ചില ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്യുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രാജ്യം കൊടുത്തത്, പാകിസ്ഥാനായി കൊടുത്തത്. പാകിസ്ഥാനിന് മുമ്പ് വേറൊരു രാജ്യമായി ഉണ്ടായതൊന്നുമല്ല. അവർ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു, ഭാരതത്തിൽ നിന്ന് വിഭജിച്ചു പോയ ഭാഗമാണ്. എന്നിട്ട് പിന്നെ ഭാരതത്തെ യുദ്ധം ചെയ്ത് ഭാരതത്തെ പിന്നെ നശിപ്പിക്കാൻ നോക്കുകയാണ്. ശരിക്കും എന്തിനായിരുന്നു അന്ന് അത് വിഭജിച്ചത്? ശരിക്കും ആ വിഭജനം ഇപ്പം ചില സമയം ചിന്തിക്കുമ്പോൾ ഒരു തെറ്റായി തോന്നാൻ സാധ്യതയില്ല. കാരണം അന്ന് അവർ വിഭജിച്ച് പോയിട്ടില്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ 25ാം വർഷം ആചരിക്കുന്ന ഈ കാർഗിൽ യുദ്ധം പോലും നടക്കേണ്ട ആവശ്യമില്ല. കാരണം പാകിസ്ഥാൻ നമ്മുടെ കൂടെയുള്ളവരാണ്. അവർക്ക് നമ്മളെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സമാധാനം ജീവിക്കുന്നു. കാരണം നമ്മുടെ അതിർത്തി കാക്കുന്ന ഓരോ പട്ടാളക്കാരനും ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് ചോര പൊതിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരാനല്ല, തൻ്റെ ധർമ്മകാലം അല്ലെങ്കിൽ താൻ സേവനമനുഷ്ഠിക്കുന്ന കാലം വളരെ ഭംഗിയായി തൻ്റെ രാജ്യത്തെ സ്നേഹിച്ച് അതിന് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വന്ന് സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പല പട്ടാളക്കാരും ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ കിട്ടുന്ന അനുഭവം എന്താണ്? അവർ യുദ്ധം ചെയ്യുന്നു, നമ്മളെ യുദ്ധം ചെയ്യാൻ വരുന്നതിനെ എതിർത്ത് നമ്മളെ രാജ്യത്തെ സംരക്ഷിക്കുന്നു. നമ്മളെ കൂടെപ്പാർപ്പിളെ നമ്മളെ ആളുകൾ വധിക്കുമ്പോൾ എന്താ പറയേണ്ടത്? ചിന്തിക്കുക. നമുക്ക് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.
പാകിസ്ഥാൻ നമ്മുടെ കൂടെയുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ അത് വിഭജിച്ച് പോയിട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നു. എന്തിനാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? ഇന്നും വിളിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് മുസ്ലിം രാഷ്ട്രം ആയ പാകിസ്ഥാനിൽ. പക്ഷേ ഇവിടെയുള്ള ആളുകൾ പലരും ഒരു പദ്ധതി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നിലവിൽ ഞാനൊരു രാഷ്ട്രീയം പറയില്ല, ഇപ്പോഴത്തെ ഭാരത സർക്കാരായ മോദി ഗവൺമെൻറ് പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോഴും പലതും നടത്തുമ്പോഴും അതിന് ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി അവർ ചെയ്യുന്നത്, ഹിന്ദുക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തള്ളുകയാണ്. ശരിക്കും എന്തിനായാലും അന്ന് പിന്നെ ആ പാകിസ്ഥാൻ രാജ്യം ഇന്ത്യയോട് യോജിക്കണം. എന്നിട്ട് പറയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായി രാജ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇവിടെ മതം ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോഴും പാകിസ്ഥാനെ നമ്മളുമായി വേർപെട്ട് നിൽക്കുന്നു, നമ്മളോട് തന്നെ യുദ്ധം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? ഓർക്കുക, നമ്മളെ ഓരോ പട്ടാളക്കാരൻ മരിക്കുമ്പോഴും അവനൊരു കുടുംബമുണ്ട്, അവൻ്റെ കുട്ടികളുണ്ട്. അവൻ്റെ സുഖ സന്തോഷങ്ങൾ മാറ്റിവെച്ചിട്ട് രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന ഓരോ പട്ടാളക്കാരനും അവൻ ആഗ്രഹിക്കുന്നത് സുഖമായി ജീവിക്കണം, സ്വസ്ഥമായി ജീവിക്കണം. പക്ഷേ അവൻ്റെ ജീവിതം അവൻ്റെ രാഷ്ട്രത്തോട് സ്നേഹമാണ് പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ ഇന്ന് രാഷ്ട്രത്തോട് സ്നേഹം കാണിക്കുന്നവരെല്ലാം മതഭ്രാന്തന്മാരും മറ്റുമെന്നൊക്കെയാണ് വിളിക്കപ്പെടുന്നത്. ശരിക്കും ചിന്തിക്കുക, ഇവിടെ നിന്ന് ഓരോ രാഷ്ട്രീയ പേരുകൾ പറഞ്ഞ് വധിക്കുന്ന ഓരോ രാഷ്ട്രീയക്കാരും ചിന്തിക്കുക, നിങ്ങൾ ആ സ്ഥാനത്ത് നിങ്ങൾക്ക് കഴിയുമായിരുന്നോ ആ അതിർവരമ്പുകളിൽ പോയി കാവൽ നിൽക്കാൻ? നിങ്ങൾ ഇവിടെ നിന്ന് ലാലാപാടി യുദ്ധം ചെയ്യുകയും ഇവിടെ സുഖലോലം അനുഭവിക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി കാണുന്ന ഓരോ പട്ടാളക്കാരനും അവൻ്റെ ജീവൻ ഇന്ന് പോവും നാളെ പോകുന്ന രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് അവർ നമുക്ക് വേണ്ടി കാവലിരിക്കുന്നത്. അവനിവിടെ വരുമ്പോൾ പട്ടിയുടെ വില പോലും നൽകുന്നില്ല. ശരിക്കും ആർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് കാവൽ നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം, അല്ല നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ പോരാടുന്നതെന്ന് ഒരിക്കൽ എല്ലാവരും ചിന്തിക്കണം. അപ്പോൾ ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. ഈ ഒരു ദിവസം കാർഗിൽ വിജയ ദിവസ് 25 വർഷം തികയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് ചിന്തിക്കേണ്ടത്? നിങ്ങൾ ചോദ്യം ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ യുദ്ധം ചെയ്തത്? കാർഗിൽ യുദ്ധം എന്തിനു ചെയ്തു? ഇത് കാർഗിൽ യുദ്ധം ചെയ്ത ആരാ? പാകിസ്ഥാനികാരാണ്. അവരെന്തിനു ചെയ്ത്? അവർക്ക് വേണ്ടി രാജ്യം കൊടുത്തു, അവരായ ഭാഗങ്ങളിൽ റെഡിയാക്കി കൊടുത്തിട്ട് പിന്നെ അവർ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം വന്നിട്ട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യം എന്തിനാണ്? ചിന്തിക്കുക. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഈ കാർഗിൽ ദിവസത്തിൽ അന്ന് നമുക്ക് വേണ്ടി പോരാടിയ വായുസേനയായാലും കരസേനയായാലും നാവികസേനയ്ക്ക് എല്ലാ സേനയ്ക്കും ഒരു വലിയ കണ്ണീർ കുതിർന്ന പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ യുദ്ധം ചെയ്തത് എന്ന് ഒറ്റ വാക്ക് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.